നമസ്കാരം. സ്റ്റോറി ലാൻഡിലേക്ക് സ്വാഗതം. മാധവിക്കുട്ടിയുടെ പവിഴമാല എന്ന ചെറുകഥ. പവിഴമാല. കിഴക്കേ കോലായിൽ ഒരു പായ വിരിച്ചിരിക്കാൻ പുറപ്പെടുകയായിരുന്നു അമ്മ. അപ്പോഴാണ് പടി കടന്ന ഒരാൾ വരുന്നത്. അടുത്തെത്തിയപ്പോൾ ആളെ മനസ്സിലായി. അപ്പുക്കുട്ടൻ നായർ. തങ്കമണി ഇപ്പോൾ എവിടെയാണെന്നാ നിങ്ങളുടെ വിചാരം അമ്മൂട്ടിയമ്മേ? അയാളൊരിക്കൽ തലതിരിച്ചു തുപ്പിക്കൊണ്ട് ചോദിച്ചു. അവൾ കുറച്ച് നേരത്തെ ആ അമ്പലച്ചെറയിൽ കുളിക്കാൻ പോയി. ഇപ്പോൾ വരും. കുറച്ച് നനച്ചിടാനുണ്ടായിരുന്നു. എന്നാ കേട്ടോളൂ, തങ്കമണി മുണ്ട് നനച്ചിടാനല്ല ഇപ്പം ചെയ്യണേ. ഇപ്പോൾ നനഞ്ഞ മുണ്ടും ചീറ്റി ദേഹവും കാട്ടിക്കൊണ്ട് ആ ചെറയുടെ വക്കത്ത് മേപ്പോട്ട് നോക്കി നിൽക്കുക. കുറവന്മാരാണെങ്കിൽ അതും നോക്കി ഒരു നിൽപ്പും. കുറവന്മാരോ? ആ വഴിക്കൂടി പോണ കുറവന്മാർ. അവറ്റ കൊട്ടയും കുടവും ഒക്കെ ഇറക്കി വെച്ച് ഈ കാഴ്ച കാണാൻ നിൽക്കുക. എന്താ ഈ കേൾക്കണ്? ഞാൻ കുറച്ച് ദിവസമായി ഇത് പറയണമെന്ന് വിചാരിക്കണു. തങ്കമണിക്ക് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ബാക്കിയുള്ളവരൊക്കെ കുളിച്ചു പോയിട്ടേ അവൾ എണ്ണ തേച്ച് ഇറങ്ങുള്ളൂ. പിന്നെ ഈ ദേഹം കാട്ടിക്കൊണ്ടൊരു നിൽപ്പാ. എൻ്റെ ഗുരുവായൂരപ്പാ, എന്തൊക്കെയാ വരാൻ പോണതാവോ? എനിക്ക് മനസ്സിനൊരു സുഖമില്ല. എന്താ വരാൻ പോണെന്ന് ഞാൻ പറയണ്ടല്ലോ. കുറവന്മാർ ഒരു തക്കം പാർത്തിരിക്കുക. ഇപ്പോൾ ഒരു ദിവസം അവറ്റ തങ്കമണിയും കൊണ്ടങ്ങ് നടക്കും. പറയരുതേ, നിങ്ങളുടെ കരുനാവ് കൊണ്ട് ഇങ്ങനെയൊന്നും പറയരുതേ. ഇന്നലെ ഇരുട്ടായിട്ട് ഞാൻ അതിയോടി പോകുമ്പോൾ തങ്കമണിയുണ്ട് ദേഹവും കാട്ടിയോണ്ട് ചിരിച്ചോണ്ട് നിൽക്കണു. കുറവന്മാർ നോക്കിയോണ്ടു. ഒരു ദിവസം അവറ്റ അങ്ങോട്ട് കൊണ്ടുപോകും. അന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പുക്കുട്ടൻ നായർ പടി കടന്നു പോയി. എൻ്റെ ഗുരുവായൂരപ്പാ, എന്തൊക്കെയാ വരാൻ പോണതാവോ? എനിക്ക് നിശ്ചയില്ല, അമ്മ തന്നെത്താൻ പറഞ്ഞു. ഇരുട്ട് കുറച്ചുകൂടി കനത്തതിന് ശേഷമാണ് തങ്കമണി വീട്ടിൽ വന്ന് കയറിയത്. അവളുടെ ചുരുണ്ട തലമുടി പിന്നിലേക്ക് അഴിച്ചിട്ടിരുന്നു. തറവാടിൻ്റെ മാനം കളഞ്ഞു കുളിക്കരുത് തങ്കമണിയെ, അമ്മ പറഞ്ഞു. എന്താ അമ്മ പറയണത്? അവൾ ചോദിച്ചു. ഞാനിപ്പോൾ എന്തേ ചെയ്തത്? നീ ഒന്നും ചെയ്തില്ല അല്ലേ? കുളത്തിൻ്റെ വക്കത്ത് ഈറനും ചീറ്റി ദേഹമൊക്കെ കാട്ടിക്കൊണ്ട് കുറവന്മാരെ നോക്കി ചിരിച്ചോണ്ട് നിന്നത് പിന്നെ ആരാ? ഞാനൊക്കെ അറിഞ്ഞു. ഞാൻ ആരെ നോക്കി ചിരിക്കാൻ പോയില്ല. അമ്മയ്ക്ക് എന്ത് ഭ്രാന്താ? പിന്നെ കുറവന്മാരെന്ത് കണ്ടിട്ടാ ചെറയുടെ വക്കത്ത് വിഴിച്ച് നിന്നേര്? കുറവന്മാരോ? ഞാൻ കുറവന്മാരെയൊന്നും കണ്ടില്ല. ഞാൻ കുളിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. ആ വയസ്സൻ അപ്പുക്കുട്ടൻ നാരയല്ലാതെ ആരെ അവിടെ എങ്ങാനും ഞാൻ കണ്ടില്ല. അമ്മമ്മക്ക് ദേഷ്യം വന്നു. അവർ വിളക്ക് മകളുടെ മുഖത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഞാൻ നിന്റെ കഴുത്തിറക്കും, നോക്കിക്കോ, അനാവശ്യത്തിന് പുറപ്പെട്ടാൽ. അമ്മയ്ക്ക് എന്താ ഇന്ന്? തങ്കമണി ചോദിച്ചു. അവളുടെ കഴുത്തിൽ കെട്ടിയിരുന്ന പവിഴമാല പെട്ടെന്ന് വെളിച്ചത്തിൽ ഒന്ന് തിളങ്ങി. എവിടുന്നാടി നിനക്ക് ഈ മാല കിട്ടിയത്? അമ്മമ്മ ചോദിച്ചു. ഇത് എനിക്ക് ആ വഴിയിൽ നിന്ന് കണ്ടു കിട്ടിയതാ. നേര് പറ, എന്ത് കൊടുത്തിട്ടാ കുറവന്മാർ നിനക്ക് ഈ പവിഴമാല തന്നത്? അമ്മൂമ്മ ചുമലിൽ ഒരു കൈവച്ചു. പറ, എങ്ങനെ കിട്ടി? നീ എന്ത് ചെയ്തു ഇത് കിട്ടാൻ? ഇത് വഴിയിൽ നിന്ന് കണ്ടു കിട്ടിയതാ, ആരും തന്നതല്ല, തങ്കമണി പറഞ്ഞു. നിന്നെ ഞാൻ കൊല്ലു. കൊന്നോളോ, പക്ഷേ ഈ മാല എനിക്ക് വഴിയിൽ നിന്ന് കണ്ടു കിട്ടിയതാ.